പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബ്ലഡ് ലൈൻ, കോഡി റോഡ്സ് തുടങ്ങിയവരുടെ സ്റ്റോറി ലൈനിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഇന്ന് നടന്ന സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ട്രിപ്പിൾ എച്ച് സോഷ്യൽ മീഡിയയിലൂടെ സമ്മർ സ്ലാമിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തേക്ക് വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ബ്ലഡ് ലൈനിലെ നിലവിലെ 4 മെമ്പേഴ്സിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ബ്ലഡ് ലൈനിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇവൻ്റ് ആയിരിക്കും സമ്മർ സ്ലാം 2024 എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ കോഡി റോഡ്സും റാൻഡി ഓർട്ടണും സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റാൻഡി ഓർട്ടൺ പറയുന്നുണ്ട് ബ്ലഡ് ലൈനെതിരെയുള്ള പ്രശ്നങ്ങളെല്ലാം തീരും, ബ്ലഡ് ലൈനെതിരെ ഈ പ്രശ്നത്തിന് പോകുമ്പോൾ കൂടുതലും സൂക്ഷിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് പോലെയാണ് റാൻഡി കോഡിക്ക് കുറച്ച് മെസ്സേജുകൾ കൊടുക്കുന്നത്. അതിനുശേഷം പറയുന്നുണ്ട് ബ്ലഡ് ലൈനെതിരെയുള്ള പ്രശ്നങ്ങൾ തീർന്നതിന് ശേഷം നിൻ്റെ ഈ ചാമ്പ്യൻഷിപ്പിന് എതിരെ വരാൻ വേണ്ടി കുറേയധികം പേര് ഈ ലോക്കർ റൂമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ട് അവിടെ നിന്ന് റാൻഡി ഓർട്ടൺ മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് നടന്ന WWE വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ആ ഒരു ടാഗ് ടീം ചാമ്പ്യൻസായ DIY എന്ന് പറയുന്ന ടീം മുൻ ചാമ്പ്യന്മാരായ ടൗൺ ഡൗൺ അണ്ടർ എന്ന് പറയുന്ന ടീമിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നു. മത്സരത്തിൽ DIY ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നു. അങ്ങനെ ആ റിങ്ങിൻ്റെ പുറത്ത് വെച്ച് ഗ്രേസൺ ബോളറും ഓസ്റ്റിൻ തിയറിയും ആർഗ്യൂ ചെയ്യുന്നതിൻ്റെ ആ ഒരു ജസ്റ്റ് ഒരു സെക്കൻഡിനുള്ളിൽ ജേക്കബ് ഫാറ്റു പെട്ടെന്ന് ഓടി വന്നുകൊണ്ട് ഓസ്റ്റിൻ തിയറിയെ ആക്രമിക്കുകയും പിന്നീട് റിങ്ങിലേക്ക് കയറി പിന്നീട് ബ്രൂട്ടലായി DIY ടീം എന്ന് പറയുന്ന ടാഗ് ടീം ചാമ്പ്യന്മാരെ ബ്രൂട്ടലായി ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിന് 2 സ്പെഷ്യൽ മൂവ്സ്, 2 മൂൺസോൾട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അതിൽ ഒരു മൂൺസോൾട്ട് ഇന്നേ വരെ ഒരു റെസ്ലറും WWE റിങ്ങിൽ ചെയ്തതായി നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഒരു പക്ഷേ ജേക്കബ് ഫാറ്റു തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു മൂവ് ആണെന്ന് വരെ തോന്നിപ്പോകും. അത്രയും റിസ്ക് നിറഞ്ഞ വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത ഒരു മൂൺസോൾട്ട് ആയിരുന്നു ജേക്കബ് ഫാറ്റുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ആ ഒരു ഭാഗം ജേക്കബ് ഫാറ്റു കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ സോളോ സിക്കോവ വരുന്നതിന് മുൻപ് റിങ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സോളോ സിക്കോവ റിങ്ങിലേക്ക് വരുന്നു. റിങ്ങിലേക്ക് വന്ന് തന്നെ എക്നോളജി ചെയ്യാൻ വേണ്ടി പറയുന്നു. എക്നോളജി ചെയ്യാത്തവരെ എല്ലാം താൻ ആക്രമിക്കുമെന്നും റോമൻ റെയിൻസ് തിരികെ വന്നാൽ തന്നെ ട്രൈബൽ ചീഫായി അക്നോളജി ചെയ്യേണ്ടി വരും എന്നുള്ളതും സോളോ പ്രൊമോയിൽ പറയുന്നു. പിന്നീട് അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യനായ കോഡി റോഡ്സിനെ അങ്ങോട്ടേക്ക് ചലഞ്ച് ചെയ്യുന്നു. അപ്പോൾ കോഡി റോഡ്സ് റിങ്ങിലേക്ക് വരുന്നു. കോഡി റോഡ്സ് റിങ്ങിലേക്ക് വന്ന ഉടനെ തന്നെ സമ്മർ സ്ലാമിൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് താൻ തയ്യാറാണെന്ന് പറയുന്നു. അതിനു മുൻപ് നമുക്കിപ്പോൾ തന്നെ പ്രശ്നങ്ങൾ ഇവിടെ വെച്ച് തന്നെ പറഞ്ഞു തീർക്കാമെന്നുള്ളത് അല്ലെങ്കിൽ അടിച്ചു തീർക്കാമെന്നുള്ളതും കോഡി പറയുന്നു. അങ്ങനെ ഈ ഒരു ഫേസ് ടു ഫേസ് നൽകുന്ന ഒരു സെഗ്മെൻറ്റ് അത് വലിയൊരു ഫൈറ്റിലേക്ക് പോകുന്നു. അവിടെ കോഡിയെ സഹായിക്കാൻ വേണ്ടി റാൻഡി ഓർട്ടൺ വരുന്നുണ്ട്. അപ്പോൾ റാൻഡി ഓർട്ടൺ ആദ്യം ഒന്ന് ബ്ലഡ് ലൈനെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് നമ്പേഴ്സിൻ്റെ അഡ്വാൻറ്റേജോട് കൂടി റാൻഡിയെയും ആക്രമിക്കുന്നു. അവസാനം ട്രിപ്പിൾ പവർ ബോംബ് ആ കമൻറ്റേഴ്സ് ടേബിളിലേക്ക് ഇടുന്നു. സമോവൻ സ്പൈക്ക് കൊടുത്ത് കോഡിയെ സോളോ ആക്രമിക്കുന്നു. അപ്പോൾ റാൻഡി ഓർട്ടണ് അവർ ബ്രൂട്ടലായി ആക്രമിക്കുന്ന രീതിയിലാണ് അവർ സ്മാക്ഡൗൺ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ റാൻഡി ഓർട്ടൺ ഇനി കോഡിയെ സഹായിക്കാൻ വരുമോ അത് വലിയൊരു ചോദ്യമാണ്. റാൻഡി ഓർട്ടൺ അടുത്ത സ്മാക്ഡൗണിലോ അതിൻ്റെ പിറ്റത്തെ സ്മാക്ഡൗണിലോ എന്നായിരിക്കും വരിക എന്നുള്ളതും വലിയൊരു ചോദ്യമായി മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബ്ലഡ് ലൈനിന് കൂടുതൽ ആധിപത്യം കൊടുക്കുന്ന ഒരു സ്മാക്ഡൗൺ എപ്പിസോഡാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സമ്മർ സ്ലാമിൽ കോഡി റോഡ്സ് സോളോ സിക്കോവയ്ക്കെതിരെയായിരിക്കും ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതും ഉറപ്പായിട്ടുണ്ട്. സമ്മർ സ്ലാമിൽ റോമൻ റെയിൻസിൻ്റെ റിട്ടേണിൻ്റെ തിരിച്ചുവരവിൻ്റെ കൂടുതൽ സാധ്യതകളും വർദ്ധിച്ചിരിക്കുന്നു. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.